ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡി എ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് അതിനകത്ത് പറഞ്ഞേക്കുന്നത് ബ്രേക്ക് ജാമിങ്, അതായത് വണ്ടി തള്ളണ സമയത്ത് വണ്ടി തള്ളാൻ നീങ്ങാനായിട്ടൊരു ബുദ്ധിമുട്ട്, പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക, വാട്ടർ സർവീസ്, ബസ്സർ, ഇൻഡിക്കേറ്ററിൻ്റെ ബസ്സർ വർക്കുകൾ, ഇത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മുടെ അതിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ തള്ളിയിട്ട് നീങ്ങാത്തതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ കേബിളുകൾ കംപ്ലയിൻ്റ് ആയിക്കണം. 2 കേബിളും പോയേക്കാണ് കേട്ടോ, അതായത് ഔട്ടർ വലിഞ്ഞേക്കാണ്. പറഞ്ഞാൽ ഈ സൈഡിലൊക്കെ അങ്ങനെ പൊട്ടിയിട്ട് വലിച്ചിട്ട് വന്നേക്കണം. ഔട്ടർ വലിഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വണ്ടി ബ്രേക്ക് പിടിച്ചിട്ട് തള്ളുന്ന ഒരു ഫീലായിരിക്കും നമുക്ക് വരാം. അപ്പോൾ നമുക്ക് ആ 2 ബ്രേക്ക് കേബിൾ മാറ്റിയിടാം. അതിന് ശേഷം ബ്രേക്ക് ഒന്ന് അഴിച്ച് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്കും കൂടി ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടേക്കാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ബ്രേക്ക് ക്യാമിനൊക്കെ ടൈറ്റ് ഉണ്ട്. അപ്പോൾ ബ്രേക്ക് കേബിളിന് പ്രശ്നമില്ല, ബാക്കിലിൻ്റെ ബ്രേക്ക് അഴിച്ച ക്യാമ് മാത്രം ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ലൈനർ അത്യാവശ്യം ഉണ്ട്, ഉപയോഗിക്കാനുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ടിലായാലും ബാക്കിലായാലും ബ്രേക്ക് ലൈനറുകൾക്ക് കുഴപ്പമില്ല, കേബിൾ മാത്രം മാറ്റിയിട്ടാൽ മതി. പിന്നെ കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ ഈ ബുഷ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടേക്കാം, എന്തായാലും ഫ്രണ്ട് അഴിച്ചേക്കാണല്ലോ. അപ്പോൾ ആ ഒരൊറ്റ ലേബറിൽ നമുക്ക് അതാണ്ട് കഴിഞ്ഞ് പോക്കുള്ളൂ. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ബസ്സർ കംപ്ലയിൻ്റ് ഉണ്ട്. ആ ഇൻഡിക്കേറ്റർ ബസ്സർ വർക്കിംഗ് അല്ല, അപ്പോൾ നമ്മളത് മാറ്റണേസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് കേട്ടോ. ഓയിൽ ഈ പറഞ്ഞ പോലെ ചെക്ക് ചെയ്തിട്ട് മാറ്റാനുള്ള രീതിയിൽ പറഞ്ഞത്, പക്ഷേ അത്യാവശ്യം ഒരുവിധം കളറിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചേഞ്ചും കൂടി കൂട്ടത്തിൽ നടത്തി വിടാം. പിന്നെ വാട്ടർ സർവീസാണ്, ബോഡി വാഷിംഗാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. ഏകദേശം നമുക്കൊരു 6 മണിയൊക്കെ ആവും കംപ്ലീറ്റ് ആയി കിട്ടുമ്പോഴത്തേക്കും. വാഷിംഗ് അടക്കം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു 6 മണിയൊക്കെ ആവും. എന്തായാലും വണ്ടി വന്നതിന് ശേഷം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം. വിളിച്ചിട്ട് വന്നാൽ മതി. ഒരല്പം ലേറ്റായാൽ തന്നെ നമുക്ക് വിളിച്ച് കഴിഞ്ഞിട്ട് കൺഫേം ചെയ്തിട്ട് വന്നാൽ മതി. ഓക്കെ, ഡീറ്റെയിൽസ് വീഡിയോ അടക്കം വാട്സാപ്പിനകത്തേക്ക് എൻ്റെ എസ്റ്റിമേറ്റ് അടക്കം ഇട്ടേക്കാം. ഓക്കെ.